എല്ലാവർക്കും നമസ്കാരം. അറിവും രുചിയും ചാനലിലെ അക്ഷര ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മക്കളെ, എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറാണല്ലോ? എല്ലാവർക്കും കഥയൊക്കെ ഇഷ്ടമായിരിക്കും അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലെ കഥ നിങ്ങൾ എല്ലാവരും കേട്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ് നിങ്ങളൊന്ന് കാണണേ. അതിലും ഞാനൊരു കഥ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് കഥയിലേക്ക് പോവാം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരു കഥയുണ്ട് അല്ലേ? എന്താണ് കഥയുടെ പേര്? ആനകളും എലികളും. കാണുന്നുണ്ട് അല്ലേ? ആനകളെയും എലികളെയും കാണുന്നുണ്ട്. എന്താ നോക്കാം. പണ്ട് ഒരു കാട്ടിൽ ധാരാളം ആനകളും എലികളും ഉണ്ടായിരുന്നു. ഒരു ദിവസം ആനകൾ എല്ലാവരും കൂടി ഭക്ഷണം തേടി മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അതായത് ചിലപ്പോ കാട്ടിൽ വേണ്ടത്ര ഭക്ഷണം അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പം വേറെ ഒരു കാട്ടിലേക്ക് ഭക്ഷണം അന്വേഷിച്ചു പോവാൻ എല്ലാ ആനകളും തീരുമാനിച്ചു. ഇവിടെ നമ്മുടെ എലികളെയും നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ആ വഴിയരികിലാണ് എലികളുടെ താമസം. ആനകൾ നടന്ന വഴിക്ക് ധാരാളം എലികളെ ചവിട്ടി അരച്ചുകൊണ്ടാണ് പോയത്. ആനകള് വേറെ സ്ഥലത്തേക്ക് പോവാൻ തീരുമാനിച്ചല്ലോ. അവര് പോകുന്ന വഴിക്ക് കാണുന്നില്ലേ, ഇതാ നമ്മുടെ എലികളെ ചവിട്ടി കൊല്ലുന്നുണ്ടല്ലേ. അവരറിയുന്നില്ല ആനകള്. അങ്ങനെ എലികള് ചവിട്ടി അരയ്ക്കപ്പെട്ടു. അങ്ങനെ വളരെ വിഷമത്തിലായ ബാക്കി എലികൾ, കുറെ എലികളൊക്കെ ചത്തുപോയി. ബാക്കി എലികൾ എല്ലാവരും കൂടി ഒത്തുകൂടി. ഇങ്ങനെ പോയാൽ എല്ലാ എലികളും ഉടൻ തന്നെ ഇല്ലാതായി പോവും. അവർക്ക് തോന്നിയല്ലേ, ഇങ്ങനെ പോയ എല്ലാ ദിവസവും ആനകൾ ഇങ്ങനെ പോവുകയും വരികയും ചെയ്യുമ്പോൾ എന്താവും, കുറെ എലികൾ ചത്തുപോവും അല്ലേ? അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ ആനകളുടെ നേതാവിനെ കാണാൻ തീരുമാനിച്ചു. ആര് തീരുമാനിച്ചു? എലികള് അല്ലേ? കാണുന്നുണ്ട് ചിത്രത്തിൽ. ആനകളുടെ നേതാവിനെ പോയി കാണാൻ എലികളുടെ നേതാവായ ഈ എലിയും ബാക്കി എലികളും കൂടി തീരുമാനിക്കുകയാണ് അല്ലേ? എന്നിട്ടോ അങ്ങനെ അങ്ങനെ ആനയുടെ നേതാവിന്റെ അടുത്തെത്തി. എന്നിട്ടോ എല്ലാ എലികളും കൂടി ആനകളുടെ വഴി തടഞ്ഞു. പിറ്റേ ദിവസം ആനകള് വീണ്ടും പോവാൻ നോക്കുമ്പോൾ അവരുടെ വഴിയരികിൽ എലികള് വന്നു നിന്നു. അപ്പോൾ ആനയുടെ നേതാവ് എന്താ ചോദിച്ചത്? ആരാണ് ഞങ്ങളുടെ വഴി തടയുന്നത്? അല്ലേ? ആരാ ചോദിച്ചത്? ആനയുടെ നേതാവ്. അപ്പൊ എലികളുടെ നേതാവ് എന്തു പറഞ്ഞു? അയ്യോ, ഞങ്ങൾ വഴി തടഞ്ഞതല്ല, നിങ്ങളെ കണ്ടു ഒരു സങ്കടം പറയാൻ വന്നതാണ്. അല്ലേ? അയ്യോ, ഞങ്ങള് വഴി തടയാൻ വന്നതല്ല, നിങ്ങളെ കണ്ടൊരു സങ്കടം പറയാൻ വന്നതാണ്. അപ്പോൾ ആനയുടെ നേതാവ്, എന്താണ് നിങ്ങളുടെ സങ്കടം? അപ്പം ആനയുടെ നേതാവ് വീണ്ടും ചോദിച്ചു, എന്താ സങ്കടം? അപ്പൊ എലികളുടെ നേതാവ് എല്ലാ കാര്യങ്ങളും വിവരിച്ചു കൊടുത്തു. എന്തായിരിക്കും വിവരിച്ചു കൊടുത്തത്? ഓർമ്മയില്ലേ? എന്തൊക്കെയായിരിക്കും? നിങ്ങള് ഈ വഴി നടന്നു പോകുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറേ എലികളെ ചവിട്ടി അരച്ചു കൊന്നുപോയിട്ടുണ്ട് അല്ലേ? അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറേ ആളുകൾ ചത്തുപോയി എന്നൊക്കെ ആയിരിക്കും എലികൾ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് നടക്കാൻ വേറെ വഴി കണ്ടുപിടിക്കാമോ? എലിയുടെ നേതാവ് ചോദിച്ചു, എന്ത്? നിങ്ങൾ നടക്കാൻ വേറെ വഴി കണ്ടുപിടിക്കാമോ? അപ്പോ ആനകളുടെ നേതാവ് എന്തു പറഞ്ഞു? നിങ്ങളുടെ സങ്കടം എനിക്ക് മനസ്സിലാവും. അല്ലേ? നല്ല ഒരു നേതാവാണ് ആനകളുടെ നേതാവ്. ഞങ്ങൾ വേറെ വഴി കണ്ടുപിടിച്ചോളാം. അല്ലേ? ഈ എലികളുടെ സങ്കടം ഒക്കെ മനസ്സിലാക്കി വേറെ വഴി കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞു. എലികളുടെ നേതാവ് എന്തു പറഞ്ഞെന്നോ? അപ്പോ വലിയ ഉപകാരം, നന്ദി. അല്ലേ? നമുക്ക് ആരെയും ഒരു ഉപകാരം ചെയ്താൽ നമ്മൾ അവരോട് നന്ദി പറയുമല്ലോ. നമ്മുടെ എലികളും നന്ദി പറഞ്ഞു. എന്നിട്ടോ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് ഞങ്ങളോട് എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാം. ആര് പറഞ്ഞു? എലികൾ പറഞ്ഞു. എപ്പോ വേണമെങ്കിലും എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചോളൂ. അതും പറഞ്ഞ് അവർ പോയി. എലികൾ പോയി. അത് കേട്ട് ആനകളുടെ നേതാവ് പറഞ്ഞു,
ഇത്രയും ചെറിയ എലികൾ മഹാകായന്മാരായ ആനകളെ സഹായിക്കും എന്ന് പറയുന്നത് കേട്ട് ചിരിയാണ് വരുന്നത്. അല്ലേ? ശരിയാ, ആനകള് വലുതല്ലേ? അപ്പൊ ഇത്രയും വലിയ ശരീരമുള്ള ആനകളെ ഈ കുഞ്ഞു എലികൾ എങ്ങനെ സഹായിക്കാനാ? അതാ നമ്മുടെ ആനകള് വിചാരിച്ചത്. എന്നിട്ട് അവര് ചിരിച്ചും കൊണ്ട് അതും പറഞ്ഞു പോയി. അങ്ങനെ ഒരു ദിവസം, കുറേ ദിവസങ്ങൾക്ക് ശേഷം ട്ടോ, ഒരു ദിവസം ആനകൾ കുളിക്കാൻ പുഴക്കരയിലേക്ക് പോകുന്ന വഴിക്ക് വേടന്മാർ വിരിച്ചു വെച്ച വലയിൽ കുടുങ്ങി. അതായത് വേട്ടക്കാര് എന്ത് ചെയ്തെന്നറിയോ? ആനകളെയൊക്കെ കുടുക്കാൻ വേണ്ടി വല വിരിച്ചു വെച്ചിരുന്നു. ആ വലയില് നമ്മുടെ ആനകൾ കുടുങ്ങി. കാണുന്നുണ്ടാവൂലേ ചിത്രത്തില്? കുടുങ്ങി. അപ്പൊ എന്ത് ചെയ്തു അവര്? ആനകൾ ഉറക്കെ കരഞ്ഞിട്ടുണ്ടാവും അല്ലേ? ആനകൾ ഉറക്കെ ചിഹ്നം വിളിക്കുന്നത് കേട്ടപ്പോൾ അവർക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് എലികൾക്ക് മനസ്സിലായി. അല്ലേ? ശരിയായിരിക്കും. പെട്ടെന്ന് കരയുന്നത് കേൾക്കുമ്പോ, എന്തോ ശബ്ദം കേട്ടപ്പോ എലികൾക്ക് മനസ്സിലായി എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. അവർ ഉടനെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് വന്നു. ആനകളുടെ അവസ്ഥ മനസ്സിലാക്കിയ എലികൾ ഉടനെ അവരുടെ കൂർത്ത പല്ലുകൾ ഉപയോഗിച്ച് വലകൾ കടിച്ചു മുറിച്ചു. അല്ലേ? എലികളുടെ അവരുടെ കൂർത്ത പല്ല് ഉപയോഗിച്ച് എന്ത് ചെയ്തു? ഈ വലക്കണ്ണികളൊക്കെ കടിച്ചങ്ങ് മുറിച്ചു. എന്നിട്ട് ആനകളെ സ്വതന്ത്രമാക്കി. ആനകൾ സന്തോഷത്തോടെ തങ്ങളുടെ തുമ്പിക്കൈ ഉയർത്തി എലികളോട് നന്ദി പറഞ്ഞു. കാണുന്നില്ലേ ചിത്രത്തില്? ആനകൾ അവയുടെ തുമ്പിക്കൈയൊക്കെ ഉയർത്തി നന്ദി പറയാ എലികളോട്. തിരിച്ചും നന്ദി പറഞ്ഞു ല്ലേ? എന്തു മനസ്സിലായി മക്കളെ ഈ കഥയിൽ നിന്നും? വലിയന്മാർക്ക് മാത്രാണോ ശക്തിയും ബുദ്ധിയും ഒക്കെ ഉള്ളത്? അല്ല അല്ലേ? എല്ലാവരെയും നമ്മൾ ഒരേപോലെ കാണണം. നമ്മൾ ആരെയും ചെറുതായി കാണരുത്. ഇഷ്ടായോ നിങ്ങൾക്ക് കഥ? എല്ലാവരും വീണ്ടും വീണ്ടും ഒന്ന് വായിച്ചു നോക്കുക, ചിത്രം നോക്കുക, കഥകൾ ഒന്നുകൂടി സ്വന്തമായി ഒന്ന് പറഞ്ഞു നോക്കണേ. ഇനി ഈ കഥയിൽ കണ്ടോ, നിങ്ങൾ അക്ഷരങ്ങൾ കാണുന്നില്ലേ? ഇതിൽ ഒരക്ഷരം ഞാൻ വേറെ ഒരു കളറിലാണ് എഴുതിയത്. ഏതക്ഷരാണത് അറിയോ? എ. എ എന്ന അക്ഷരമാണ് അത്. ഈ എ എന്ന അക്ഷരമാണ് നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത്. എ, ഐ എന്ന 3 അക്ഷരങ്ങളാണ് നമ്മൾ ഇന്ന് എഴുതി പഠിക്കുന്നത്. അപ്പോ ഈ അക്ഷരങ്ങൾ എങ്ങനെയാ എഴുതാന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ബുക്കും പെൻസിലും ഒക്കെ എടുത്ത് റെഡി ആയിരുന്നേ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ അക്ഷരം ഏതാ പറഞ്ഞത്? ഓർമ്മയില്ലേ? എ. എ എങ്ങനെയാ എഴുതാ നോക്കാം. നമ്മൾ മുമ്പേ പ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ പാന്ന് എഴുതി, എന്നിട്ട് താഴേക്ക് വന്നു. ഈ അക്ഷരമാണ് എ. ഒന്നുകൂടി എഴുതി കാണിച്ചു തരാം. പ എന്നെഴുതി, താഴേക്ക് വന്നു. ഇതാണ് എ. ഇങ്ങനെ ഉച്ചരിക്കുന്നത് എ. ഇനി എ വെച്ചിട്ടുള്ള വാക്കുകളൊന്ന് ഓർമ്മിച്ചേ. നമ്മളെ കഥയിൽ തന്നെ പഠിച്ച ഏതായിരുന്നു? എലി അല്ലേ? പിന്നെ വേറെ ഏതാണ്? എണ്ണ, പിന്നെയോ? പിന്നെ എള്ള് എഴുതി, എള്ള്. അപ്പോൾ എ എങ്ങനെയാ എഴുതുകയെന്ന് മനസ്സിലായല്ലോ? എല്ലാവരും ഒന്ന് എഴുതി നോക്കണേ. കൂടുതൽ വാക്കുകൾ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇനി നമുക്ക് അടുത്ത അക്ഷരം നോക്കാം. ഇനി എ എഴുതി. എ ആണ് നമ്മൾ പഠിച്ച എ എഴുതി അല്ലേ? ഇനി താഴോട്ട് പോകുന്നതിന് മുന്നേ ഇങ്ങനെ. ഇതാണ് എ എന്ന അക്ഷരം. ഒന്നുകൂടി എഴുതാം. നേരത്തെ പഠിച്ച എ എഴുതി, അവിടുന്ന് ഇങ്ങനെ. ഇതാണ് എ. എ വെച്ചിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാ? ഓർമ്മിച്ചേ. ഏലം. എല്ലാവരും ഒന്ന് ഓർമ്മിച്ച് കണ്ടുപിടിക്കണേ. പിന്നെ ഏലം. അടുത്ത വാക്ക് ഏതാ? കിട്ടിയോ?
ഏത്തപ്പഴം. പഴം. ഇനി കൂടുതൽ വാക്കുകൾ ഏണി, അങ്ങനെ കുറേ വാക്കുകളുണ്ട്, നിങ്ങൾ കണ്ടുപിടിക്കണേ. ഇനി നമുക്ക് മൂന്നാമത്തെ അക്ഷരം ഏതാണെന്ന് നോക്കാം. 2 അക്ഷരങ്ങൾ ഇപ്പോൾ ഇന്ന് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? എ, എ. ഇനി അടുത്തത് ഐ. ഐ എങ്ങനെയാ എഴുതുന്നത് നോക്കാം. ആദ്യം നമ്മളിതാ ഇങ്ങനെ ഒരു വട്ടമിട്ട്, ഇതൊരു മാത്രയാണ്. ഇത് എഴുതിയതിന് ശേഷം നമ്മൾ ആദ്യം പഠിച്ച എ ഇതെഴുതുന്നു. ഇതാണ് എന്ത്? ഐ. ഒന്നുകൂടി എഴുതി കാണിക്കാം. ഈ മാത്ര എഴുതിയതിന് ശേഷം ഇതേതാന്നുള്ളത് പിന്നെ പറയാട്ടോ. മാത്ര ഇതാ എ കൂടി എഴുതിയ ഇതൊരുമിച്ച് നമ്മൾ വായിക്കുന്നത് ഐ. ഐ എന്നാണ് ഇത് ഉച്ചരിക്കുന്നത്. ഇനി ഐ വെച്ചിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാ അറിയോ? ഒന്ന് ഐവർ. ഐവർ. പിന്നെ ഏതാ? ഓർമ്മിച്ച് പറഞ്ഞേ. ഐവറുണ്ട്. പിന്നെ ഐരാവതം. ഇതാ ഐരാവതം. പിന്നെ ഐസ്ക്രീം. പിന്നെ കൂടുതൽ വാക്കുകൾ നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച അക്ഷരങ്ങൾ ഒന്നുകൂടി നോക്കാം അല്ലേ? എ ഏതാണ് ആദ്യത്തേത്? എ, എ, ഐ. ഉച്ചരിച്ച് എ, എ, ഐ. എല്ലാവരും ഒന്ന് എഴുതി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഒരു പേജ് മുഴുവനോ പിന്നെ കോപ്പി ബുക്കിലും ഒക്കെ എഴുതി പഠിക്കണേ എല്ലാവരും. പിന്നെ ക്ലാസ് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ബാക്കി അക്ഷരങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.